വെൽക്കം ടു ഓൾ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ജസ്റ്റ് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു അക്കൗണ്ടാണ്. നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ആ ലെഡ്ജർ ബാലൻസ് ഉപയോഗിച്ചിട്ട് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് എന്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിക്കോസ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം വി ആർ നോട്ട് മെയിൻറ്റൈനിങ് എവറി ലെഡ്ജർ അക്കൗണ്ട്സ്. ആ ഒരു ലിമിറ്റേഷനിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡിഫറൻസും അത് തന്നെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, ഇറ്റ്സ് ആൻ അക്കൗണ്ട് പ്രിപ്പയർഡ് ഫ്രം ദ ലെഡ്ജർ ബാലൻസസ് അല്ലെങ്കിൽ ബാലൻസസ് ഓഫ് ഡിഫറെൻറ്റ് അക്കൗണ്ട്സ്. അതായത് നോമിനൽ അക്കൗണ്ടുകളുടെ ബാലൻസ് ഉപയോഗിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് അക്കൗണ്ട് ആണ് എന്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ആൻ സ്റ്റേറ്റ്മെൻറ്റ്, ജസ്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ എസ്റ്റിമേറ്റ്സ്. പിന്നെ അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോർമലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ കീഴിലാണ്. അണ്ടർ ദ ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓൾ ദ ബുക്സ് ആൻഡ് സബ്സിഡറി ബുക്സ് ആർ മെയിൻറ്റൈൻഡ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് എവിടെയാണ്, അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ്. ഓൺലി ലിമിറ്റഡ് അക്കൗണ്ട്സ് ആൻഡ് ബുക്സ് ആർ മെയിൻറ്റൈൻഡ്. നെക്സ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എപ്പോഴും നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ്. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ടായ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മളല്ലേ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജസ്റ്റ് പഠിച്ചേ ഉള്ളൂ. വി ആർ സ്റ്റാർട്ടഡ് വിത്ത് ദ ക്ലോസിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളെന്താണ്, എല്ലാ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസുകളും ഉപയോഗിച്ച് കൃത്യമായി ഫോളോ ചെയ്ത അക്കൗണ്ടിങ് സിസ്റ്റത്തിലൂടെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇറ്റ് ഷോസ് ദ എക്സാക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സാക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ല. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ എടുക്കുന്ന മിക്കവാറും ഐറ്റംസ് ഇറ്റ്സ് അവർ എസ്റ്റിമേറ്റ്സ്, അല്ലെങ്കിൽ എന്താണ്, ജസ്റ്റ് നമ്മളൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തതിൻ്റെ ബേസിൽ ചെയ്യുന്നതാണ്. പിന്നെ വി ആർ നോട്ട് റെക്കോർഡിങ് എവരി ആസ്പെക്ട്സ് ഓഫ് എ ട്രാൻസാക്ഷൻ, ദാറ്റ് ഈസ് വി ആർ നോട്ട് റെക്കോർഡിങ് ടു ആസ്പെക്ട്സ് ഓഫ് എവരി ട്രാൻസാക്ഷൻ. അതത്ര എക്സാക്റ്റ് ആവണമെന്ന് ഇല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൈമറി ഡിഫറൻസ്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്, പർച്ചേസസ്, സെയിൽസ്, റിട്ടേൺ, ഓൾ എക്സ്പെൻസ് ആൻഡ് ഇൻകം ആർ കൺസിഡേർഡ് ഫോർ അസർട്ടൈനിങ് ദ പ്രോഫിറ്റ് ഓർ ലോസ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ടോ, ഇല്ല. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഫോർ അസർട്ടൈനിങ് ദ പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബൈ കമ്പയറിംഗ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. പിന്നെ അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇത്ര നേരം പറഞ്ഞതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ഓൺലി. നമ്മൾ ആ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ആ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസ് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് പ്രിപ്പയർഡ് ഫ്രം ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ഓൺലി. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ചില അക്കൗണ്ടുകൾ വി ആർ മെയിൻറ്റൈനിങ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. എന്താണ്,
പാർട്ട്ലി ഇറ്റ് പ്രിപ്പയർഡ് ഫ്രം ദ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ്, പാർട്ട്ലി ഫ്രം എന്താണ് എസ്റ്റിമേറ്റ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം വി ആർ റെക്കോർഡിങ് എവറി ആസ്പെക്ട്. സോ വി know from that what is the reason for earning profit or what is the reason for incurring losses, because we are correctly recording the balances of all ഇൻകം ആൻഡ് എക്സ്പെൻസസ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ആ റീസണിനെ കുറിച്ച് യാതൊരു ഐഡിയയും തരുന്നില്ല. ഇറ്റ് ജസ്റ്റ് നമ്മളെന്താ ഒന്നോ രണ്ടോ ഐറ്റംസ് വെക്കുന്നു, പിന്നെ ബാക്കിയൊക്കെ അവർ എസ്റ്റിമേറ്റ്സ് ആണ്. സോ ഇറ്റ്സ് ഡസ് നോട്ട് ഗിവ് ആൻ അക്യുറേറ്റ് പിക്ചർ ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് ഓർ ഇൻകറിങ് ലോസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പം അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് മാത്രമാണ് കണ്ടുപിടിച്ചിട്ടുള്ളൂ അണ്ടർ സിംഗിൾ എൻട്രിയിൽ. ഇനി നമുക്കറിയാം ഡബിൾ എൻട്രി ആണെങ്കിൽ വി വിൽ ഹാവ് അനദർ statement, that is balance sheet, in order to know the financial position of organization. So double entry le financial position prepare cheyan we are preparing the balance sheet, but in case of single entry system we will prepare statement of FIOs. അപ്പോൾ നമുക്കറിയാം സിംഗിൾ എൻട്രിയിൽ നമ്മളങ്ങനെ എല്ലാ റിയൽ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. വി ആർ നോട്ട് മെയിൻറ്റൈനിങ് റിയൽ അക്കൗണ്ട്സ്, വി ആർ ഓൺലി മെയിൻറ്റൈനിങ് ദ പേഴ്സണൽ അക്കൗണ്ട്സ് ആൻഡ് ക്യാഷ് ബുക്ക്, ദാറ്റ് ഈസ് ദ അക്കൗണ്ട്സ് ഓഫ് ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ് ആൻഡ് ക്യാഷ് ബുക്ക്. സോ നമുക്കറിയാം ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ വി ആർ റെക്കോർഡിങ് ദ ബാലൻസസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. സോ നമ്മളിവിടെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മളെല്ലാ റിയൽ അക്കൗണ്ട്സും അല്ലെങ്കിൽ റിയൽ അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം, അതായത് റിയൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അസറ്റ്സ് അക്കൗണ്ടായ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ എന്താണ് ടൂൾസ്, അതല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്യുന്ന അസറ്റ്സിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം, അതുപോലെ തന്നെ ലൈബിലിറ്റീസിൻ്റെ അക്കൗണ്ട്, ലോങ് ടേം ലൈബിലിറ്റീസ്, ലോണ്, ഡിബഞ്ചേഴ്സ്, അങ്ങനെ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് എന്തല്ല, ഒരു എളുപ്പമുള്ള കാര്യം അല്ല. സോ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs ആണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി നമ്മൾ പ്രിപ്പയർ ചെയ്യും. അത് നമ്മൾ എല്ലാ അസറ്റ്സുകളുടെയും ലെഡ്ജർ ബാലൻസ് എടുത്തിട്ടല്ല പോസ്റ്റ് ചെയ്യുന്നത്. സോ വി കനോട്ട് കോൾ ഇറ്റ് ആസ് എ ബാലൻസ് ഷീറ്റ്, വി ജസ്റ്റ് കോൾ ഇറ്റ് ആസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് പ്രിപ്പയർഡ് അണ്ടർ single entry system is known as in the statement of FIOs. For what we are preparing that statement of FIOs, we are preparing it to ascertain the financial position of business. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഇവിടെ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. സോ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും വി നീഡ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. സോ നമ്മളത് എന്തിൻ്റെ ബേസിലാണ് പ്രിപ്പയർ ചെയ്യുക, ഫാക്ട്സ്, എസ്റ്റിമേറ്റ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ്റെ ബേസിൽ വി വിൽ റെക്കോർഡ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി. നോർമലി വി വിൽ ഗെറ്റ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ചില കേസുകളിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടാവില്ല. സോ വി ഹാവ് ടു പ്രിപ്പയർ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs. അതുപോലെ തന്നെ we may not have the closing capital information, so we have to prepare closing statement of FIOs in order to ascertain the closing capital. Finally, we have to prepare the final statement of FIOs using opening and closing assets and liabilities.
അപ്പോൾ അങ്ങനെയാണ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIUs ഈസ് പ്രിപ്പയർഡ് യൂസിങ് ക്ലോസിംഗ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. സോ ശ്രദ്ധിക്കുക, വി മേ required to prepare first opening statement of FIUs. It is for finding out the opening capital. Then we may require to prepare the closing statement of FIUs. It is for ascertaining the closing capital. After that we can prepare final statement of FIUs. അത് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIUs പ്രിപ്പയർ ചെയ്യുന്നത് ഈസ് വിത്ത് യൂസിങ് ദ ഇൻഫോർമേഷൻ ഓഫ് ക്ലോസിംഗ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ആ കാര്യം ഓർമ്മയുണ്ടാകണം. വി ആർ പ്രിപ്പയറിംഗ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIUs ബേസ്ഡ് ഓൺ ക്ലോസിംഗ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIUsനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ ധാരണ. ദെൻ നമുക്കിനി അടുത്തത് ടെക്സ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIUsഉം ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ ഡിഫറൻസുകളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ സിലബസിനകത്ത് അങ്ങനെ തന്നെ കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒരു സിലബസ് നോക്കി ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷനൊന്നും അത്ര എളുപ്പമല്ല. സോ നമ്മൾ സിലബസ് നോക്കി ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു ടെൻഡൻസീസ് ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യാം. സോ ആ ഡിഫറൻസുകളൊന്നും വിട്ട് കളയരുത്. പിന്നെ അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIUs ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്. അപ്പോൾ സോറി ഫോർ ദ ഇൻ്ററപ്ഷൻ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 minute. സോറി ഫോർ ദാറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIUsഉം ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIUs എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്? വി വിൽ പ്രിപ്പയർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIUs, ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ബട്ട് ബാലൻസ് ഷീറ്റ് എവിടെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം വേർ all the ledger accounts and subsidiary books are maintained. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. വേർ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓർ വോട്ട് അണ്ടർ വോട്ട് സിസ്റ്റം ഇറ്റ് ഈസ് പ്രിപ്പയർഡ്. ദെൻ അടുത്തത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ദ വാല്യൂ. നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIUsൽ കാണിക്കുന്ന അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യൂ നമ്മൾ പറഞ്ഞു വിൽ ടേക്ക് പാർട്ട്ലി ഫ്രം ആക്ച്വൽ റെക്കോർഡ്സ്, പാർട്ട്ലി ഫ്രം എസ്റ്റിമേറ്റ്സ് ആൻഡ് ഫിസിക്കൽ വെരിഫിക്കേഷൻ, ബിക്കോസ് വി ആർ നോട്ട് മെയിൻറ്റെയിനിങ് ഓൾ അക്കൗണ്ട്സ്. സോ വി മേ നീഡ് ടു പിക്ക് അപ്പ് ദ വാല്യൂ ഓഫ് സം മോർ അസറ്റ്സ് ഫ്രം എസ്റ്റിമേറ്റ്സ് അല്ലെങ്കിൽ അവർ മെമ്മറി. But in case of balance sheet, we will take the value of assets and liabilities. All what we are shown in that statement, it should be taken from the actual record. We should have the proof, അല്ലെങ്കിൽ we should have the vouchers for recording the value of assets and liabilities in balance sheet. So balance sheet il shown ചെയ്യുന്ന value of assets and liabilities will be fully taken from the actual records. അല്ലെങ്കിൽ നമുക്ക് പറയാം we will take the value of assets and liabilities only from the actual records or the ledger balances. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡിഫറൻസസ് രണ്ടെണ്ണം. ദെൻ നമുക്ക് പറയാൻ പറ്റുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIUs എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വി വിൽ take the value partly from actual record, partly from our estimates, physical verification, memory. So ഒരു റിലയബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ ആണത് കാണിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ഫിനാൻഷ്യൽ പൊസിഷൻ ഷോൺ ബൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് നോട്ട് റിലയബിൾ ബിക്കോസ് വി ഡു നോട്ട് ഹാവ് ദ ഇനഫ് പ്രൂഫ് ഫോർ ഓൾ ദ വാല്യൂസ്. ബട്ട് ഇൻ കേസ് ഓഫ് ബാലൻസ് ഷീറ്റ് we can rely that because we are taking every value from the authorized account. So financial position as shown by this statement is reliable. The next point എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIUs ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് എന്തിനാണ് ക്യാപിറ്റൽ ആൻഡ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതിൻ്റെ ഒരു പ്രൈമറി എയിം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഓർഗനൈസേഷനെ ഇവാലുവേറ്റ് ചെയ്യാനൊന്നല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ നോയിങ് ദ ക്ലോസിങ് ക്യാപിറ്റൽ പൊസിഷൻ ആൻഡ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബിക്കോസ് ഇൻ ഓർഡർ ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് വി നീഡ് ദ ക്ലോസിങ് ക്യാപിറ്റൽ ആൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ.
നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ്. ബട്ട് ദ പ്രൈമറി എയിം എന്ന് പറയുന്നത് വി നോ ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ഫോർ ഐഡൻറ്റിഫൈയിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, വേർ ദ കമ്പനി സ്റ്റാൻഡ്, വോട്ട് ഈസ് അസറ്റ്സ്, വോട്ട് ആർ ഇറ്റ്സ് ലൈബിലിറ്റീസ്, വോട്ട് ഈസ് ഇറ്റ്സ് പ്രസൻറ്റ് കണ്ടീഷൻ. സോ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എന്താണെന്ന് പറയാമെന്ന് വെച്ചാൽ നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs എന്ന് പറയുന്നത് ഈസ് പ്രിപ്പയർഡ് അണ്ടർ ദ സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം നോർമലി ഫോളോ ചെയ്യുന്നത് ആരാണ്? സ്മോൾ എൻ്റർപ്രണേഴ്സ് അല്ലെങ്കിൽ സ്മോൾ ട്രേഡേഴ്സ് ഒക്കെയാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs അപ്പോൾ നോർമലി പ്രിപ്പയർ ചെയ്യുന്നത് ആരായിരിക്കും? സ്മോൾ കൺസേൺ ആയിരിക്കും. സ്മോൾ കൺസേൺ ആയാൽ മാത്രം പോരാ, വിച്ച് ഹാവ് ഓൺലി ഫ്യൂ ട്രാൻസാക്ഷൻ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതൊരു പ്രോപ്പർ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏത് കൺസേൺ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. ഒരു ബിസിനസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഇനഫ് ട്രാൻസാക്ഷൻസ്, ദാറ്റ് ഈസ് വി സെഡ് ഇറ്റ് ആസ് ബിഗ് ഓർ ലാർജ് കൺസേൺ, വേർ large number of transaction occur, we have to prepare balance sheet. That is, when there are large number of transaction occur, normally we will turn into the double entry system. So we will follow the balance sheet, അല്ലെങ്കിൽ we will prepare balance sheet to identify the financial position. ഇനി നെക്സ്റ്റ് ഒരു ലാസ്റ്റ് ഡിഫറൻസ് ആണ്, അത് അത്രമാത്രം റെലവൻ്റ് ഒന്നല്ല. ട്രയൽ ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIR പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യണമെന്നില്ല. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ കമ്പൽസറി, ബിക്കോസ് വി ആർ ജസ്റ്റ് മെയിൻറ്റൈനിങ് ഓൺലി സ്മോൾ നമ്പർ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദ മെജോറിറ്റി ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ഡീറ്റെയിൽസ് ആർ ടേക്കൺ ഫ്രം അവർ എസ്റ്റിമേറ്റ്സ് ആൻഡ് മെമ്മറി ഓർ ഫിസിക്കൽ വെരിഫിക്കേഷൻ. സോ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഈസ് നോട്ട് കമ്പൽസറി ആൻഡ് sometimes it is not at all prepared, because trial balance പ്രിപ്പയർ ചെയ്യുന്നത് in order to know the arithmetical accuracy ആണ്. അങ്ങനെ ഒരു arithmetical accuracy അറിയണമെങ്കിൽ we have to record the two aspects of every transaction. അങ്ങനെ ഒരു സംഭവം സിംഗിൾ എൻട്രിയിൽ നടക്കാത്തോളത്തോളം കാലം നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അത്ര യൂസ്ഫുൾ ആവില്ല. സോ അത് പ്രിപ്പയർ ചെയ്യണമെന്നില്ല. പക്ഷേ ബാലൻസ് ഷീറ്റിൻ്റെ കാര്യത്തിൽ we have to prepare trial balance before the preparation of balance sheet. It's compulsory, because only after checking the arithmetical accuracy we will turn into the next step, that is we will prepare the balance sheet. അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOസും ബാലൻസ് ഷീറ്റും. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആസ് ഐ ടോൾഡ് യു, ഡിഫറൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് സിലബസിൽ അങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റ് മറച്ച് നോക്കിയാലും പെട്ടെന്ന് കണ്ണിൽ പെടുന്നതാണ്. സോ ഇതൊന്നും വിട്ട് പോവരുത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നന്നായിട്ട് കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ PDF നോട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ അത് നോക്കി പഠിക്കുക. അപ്പോൾ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.